ഹലോ ഗെയ്സ്, നമ്മൾ വെറൈറ്റി ആയിട്ടൊരു വീഡിയോ ആണ്. നമ്മളെ ഒരു പേരക്കമരത്തിലെ പേരക്കമരം ഒരു ഇനത്തിൽ തന്നെ വേറെ ഏതൊക്കെ നമ്മൾക്ക് നല്ല ഇനം പേര കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ബെഡ് എടുത്ത് കണ്ട് അതിൻ്റെ ചെറിയ അതിൻ്റെ ഓരോരോ ലീഫിൻ്റെ ആ ഭാഗം ലീഫിൻ്റെ നെട്ടി വരുന്ന ആ ഭാഗത്ത് അതെടുത്തിട്ട് അതിൻ്റെ ബെഡ് എടുത്തിട്ട് നമ്മളെ ഉള്ള മരത്തിൽ എങ്ങനെ ബെഡ് ചെയ്യാൻ പറ്റും, ഒന്നും രണ്ടും ഐറ്റംസ് ഒരു പേരയിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ചെയ്യും. സാധാരണ നമ്മൾ മാവ് ചെയ്യുന്ന അതേമാതിരി തന്നെ പേരയിൽ പെട്ടെന്ന് പിടിക്കുന്നുമുണ്ട്. പേരൻ്റെ തൊലി പെട്ടെന്ന് മുറി കൂടുന്ന, നമ്മൾ എന്തെങ്കിലും ചെറിയ മുറിവാക്കിയാൽ പെട്ടെന്ന് മുറി കൂടുന്നൊരു സ്വഭാവമുള്ള സാധനമാണ് പേരക്ക. അപ്പോൾ ആ പേരക്കയിൽ എങ്ങനെയാണ് മറ്റൊരു ഇനം ബെഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ മുമ്പാകെ കാണിക്കുന്നത്. ഒന്ന് രണ്ട് ഐറ്റം പൈമ ചെയ്തിട്ടുണ്ട്. അത് നല്ല ഉസാറായി പിടിച്ചു, നല്ല ഗ്രോത്തിൽ വളരുന്നുണ്ട്. അപ്പോൾ നിലവിൽ നല്ല പേരുള്ള ഒരു മരമാണ്. അപ്പോൾ അതിന് മറ്റുള്ള ഇത് നമ്മളുടെ ഇവിടെ നിലവിലുള്ളതൊരു ചെറിയ ഐറ്റം ഉള്ളിൽ റോസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല വലിയൊരു ഐറ്റം ഒരു പേര മുന്നേ കൊടുന്ന് ചെയ്താണ്. ഇത് റോസ് കളറാണ്. ഇത് വേറൊരു ഐറ്റം കളറാണ്. ഇതിപ്പോൾ നമ്മൾ ഇതിൽ മുന്നൊരു വീഡിയോയിൽ ഇത് കാണിച്ചിരുന്നു. കണ്ട, ഇത് ഇവിടെ ബെഡ് ചെയ്താണ്. ഈ സ്ഥലം ഇതിൻ്റെ ബെഡ് എടുത്ത് വെച്ച സ്ഥലമാണിത്, ഈ പോയിൻ്റിൽ. അപ്പോൾ ഇനി അടുത്തത് അതേമാതിരി തന്നെ ഒന്നും കൂടി എങ്ങനെ കൊടുക്കുക എന്നുള്ള. അപ്പോൾ ഒരു 3 വെറൈറ്റി. ഇത് നല്ലൊരു നമ്മളെ ഒരു പുതിയൊരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഷയോണ്, അതിൻ്റെ ബെഡിൻ്റെ പീസാണ് ഇപ്പോൾ നമ്മളിത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും ഇതിൻ്റെ ബെഡ് എടുക്കണം. ഇതിൻ്റെ ബെഡ് എടുത്തിട്ട് നേരെ 1 or 2 ബെഡ് വേണമെങ്കിൽ കൊടുക്കുക. തൽക്കാലം ഇപ്പോൾ ഒന്ന് കൊടുക്കുക. ഇനി വേറെ വെറൈറ്റി കിട്ടുമ്പോൾ ഒന്നും പാടെ കൊടുക്കുക. ഒരു 3-4 ഐറ്റം ഇങ്ങനെ പല ഐറ്റം പേരുള്ളതാണ്. ഇപ്പോൾ റോസ് കളറായിട്ടുള്ള, വയലറ്റ് കളറായിട്ടുള്ള മരങ്ങളൊക്കെ ഉണ്ട് പല പേരിലും. അപ്പോൾ അതെല്ലാം ഈ ഒരൊറ്റ മരത്തിൽ തന്നെ കൊടുക്കുക, അതിൽ കായ ഇറക്കുക എന്നുള്ള ഒരിതാണ്. അപ്പോൾ ഞാൻ മുഹമ്മദ് സ്വാഗതമാട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി കാണാൻ ശ്രമിക്കുക, കണ്ട് പഠിക്കുക. ഒരു ചെറിയ ടെസ്റ്റ് എന്ന നിലക്ക് അത് നമ്മൾ തന്നെ പരീക്ഷണം നടത്തി നോക്കുക. പരീക്ഷണം നടത്തി വിജയിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് നമ്മൾ തന്നെ എടുക്കുക. അപ്പോൾ അതിന് ഒരു വല്ലാത്തൊരു സംഭവമല്ല. കുട്ടികൾക്കൊക്കെ അതിപ്പോൾ ചെയ്തതാണ്, അല്ലെങ്കിൽ അമ്മ പോലെ അച്ഛൻ ചെയ്തതാണ്, അമ്മ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരിതാണ്. വീട്ടിലുള്ളവരാണ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. നഴ്സറി പോയി വാങ്ങുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അവർക്കാണ്, നമുക്കല്ല. നമ്മൾ വാങ്ങിയ ക്രെഡിറ്റ് മാത്രമേ നമുക്കുള്ളൂ. നമ്മൾ സ്വയം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് നമ്മൾക്ക് തന്നെ. അപ്പോൾ അതുകൊണ്ട് പരമാവധി വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കനൊക്കെ അടിച്ചാൽ വീണ്ടും ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ലൈക്കൊക്കെ അടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകല്ലേ. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് എൻ്റെ തുണിക്കഷ്ണം വേണം. എന്നിട്ട് എൻ്റെ തൊലി ഒന്ന് തോഴ്ത്തി വൃത്തിയാക്കി കൊടുക്കണം. തൊലിയൊക്കെ ഒന്ന് തോർത്തിയിട്ട് ഇത് സാധാരണ തന്നെ ടാപ്പ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സൂര്യപ്രകാശമുള്ള ഭാഗമാണ്. അപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നേരിട്ട് അത് പൊടിച്ചാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. ഇവിടെ മുന്നൊരു പൊടിപ്പ് വരാൻ നിൽക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ആ പൊടിപ്പ് അവിടെ വരില്ല. ഈ പുതിയ ബെഡ് നമ്മളവിടെ വെക്കുന്നത് നല്ല ക്ലിയറായിട്ട് പൊടിക്കും ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഒന്നിങ്ങനെ
ചെറുങ്ങനെ ഒന്നുണ്ട് ഒരു ചെറിയ ക്രോസിങ്ങിൽ ഒന്നുകൊണ്ട് കട്ടാക്കി കൊടുക്കുക. അങ്ങനെ കട്ടാക്കി കൊടുക്കുക. ഇവിടെ അതേമാതിരി ഇങ്ങോട്ടും കട്ടാക്കി കൊടുക്കുക. ഓക്കെ. എന്നിട്ട് ഇത് മെല്ലെ ഇതിൻ്റെ സ്കിന്നും കൊണ്ട് എടുത്ത് കളി. അങ്ങനെ എടുത്തിട്ട് കണ്ടേ. നമ്മൾ നേരത്തെ കാണിച്ച മാതിരി ഇവിടെ ലേസം ഒന്നാണ്ട് ചെറുങ്ങനെ ഒന്നാണ്ട് പൊളിച്ചു കൊടുക്കുക. ഇതിൻ്റെ അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ പിടിക്കാൻ എളുപ്പമാവും. അപ്പോൾ ഇത്ര വേണ്ടുള്ളൂ. ഈ ഗ്യാപ്പിലാണ് നമ്മളിനി അതിൻ്റെ കണ്ണെടുക്കേണ്ടത്. അപ്പോൾ മുകളിൽ ഇതിൻ്റെ ഒരു കണ്ണേ കൊടുക്കുന്നുള്ളൂ. മുകളിലൊരു കണ്ണ് കൊടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് വേറെ എവിടെയെങ്കിലൊക്കെ കൊടുക്കാം. ഇതിപ്പോൾ ഇന്നലെ കൊടുന്നിട്ട്, അപ്പോൾ നമ്മൾ കൊടുന്നേക്കനെ വെക്കണം എന്നൊന്നുമില്ല. ഇന്നലെ കൊടുന്നത് നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഉറയിലാക്കിയിട്ട് സെല്ലാജിയിൽ വെച്ചതായിരുന്നു. സെല്ലാജിയിൽ വെച്ചിട്ട് സെല്ലാജിൽ നിന്ന് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. അതുവരെ സെല്ലാജിയിലാണ്. അപ്പോൾ സെല്ലാജിയിലവിടെ വെച്ച് തണുപ്പിലവിടെ ഇരിക്കുകയായിരുന്നു. സെല്ലാജിൽ വെക്കണമല്ല, പുറത്ത് വെച്ചാൽ അതിൻ്റെ ജീവൻ പോയി പോകും. അപ്പോൾ ഇനി നമ്മൾ നേരെ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിലോട്ടാണ് വെക്കുക. അല്ലെങ്കിൽ പിന്നെ വെച്ചത് കാര്യം ഉണ്ടാവില്ല, കാണുന്നുണ്ടാവില്ല. ഇതിങ്ങനെയാണ് ഇതിൻ്റെ വീഡിയോ എടുക്കാനുള്ള സൗകര്യങ്ങളെ. അസൗകര്യം ഇവിടെ ഉണ്ട്. ക്യാമറൻ്റെ ഇതിപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ റൂട്ടിംഗ് സ്റ്റോക്കിൻ്റെ തൊലി എങ്ങനെ എടുത്ത് അതേമാതിരി തന്നെ ഇതിൻ്റെ കൊടുക്കാനുള്ളത്. പ്രത്യേകിച്ചൊന്നുമില്ല. രണ്ടും എടുക്കുന്ന സമയത്ത് ചളിയൊക്കെ ഉണ്ടെങ്കിലൊന്നാണ്ട് ഒഴിവാക്കിയിട്ട്, നിങ്ങൾക്ക് ചളി പാടില്ല. ഇങ്ങനെ അടർത്തിയെടുക്കുക. കത്തിൻ്റെ മൂർച്ചുള്ള ഭാഗം കൊണ്ട് തൊലി അടർത്തരുത്. അത് പെട്ടെന്ന് എൻ്റെ സ്കിന്നിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. മൂർച്ചയില്ലാത്ത ഭാഗം കൊണ്ട് അടർത്തിയെടുക്കുക. മൂർച്ചയില്ലാത്ത ഭാഗം കൊണ്ട് അടർത്താൻ ശ്രമിക്കാൻ പാടുള്ളൂ. മറ്റേ ചിലപ്പം കത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാളിച്ചിട്ട് അത് കേടുന്ന് പോകും. എൻ്റെ സ്കിന്നിന് പോന്നിട്ടില്ല. അപ്പോൾ അടുത്തത് എൻ്റെ കണ്ണ് നമുക്ക് കിട്ടിയില്ല. കണ്ണ് നമുക്ക് കുടുങ്ങിയില്ല. കണ്ണിട്ട് പോരണം. കണ്ണ് പോരാഞ്ഞാൽ അതിൻ്റെ തൊലി മാത്രമായിട്ട് പിന്നെ അവിടെ കണ്ണ് കിട്ടില്ല. അപ്പോൾ അതിന് നമ്മൾ വേറെ എടുക്കാം. സാധനത്തിന്മേൽ കണ്ണ് കുറേ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ പേടിക്കാമല്ലോ. ഒറ്റ കണ്ണുള്ളെങ്കിലാണ് പേടി.
കണ്ട ഇതാണ് ഇതിൻ്റെ കണ്ണ് എടുത്തത്. എൻ്റെ ബെഡാണ്. ഒരു കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ബെഡ്. ഇത് ഇയാളെങ്ങോട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇവ അങ്ങോട്ട് ഇറക്കുക. ഇങ്ങോട്ട് ഇറക്കി വെക്കുക. ഒരു ഭാഗം ഇവിടെയും ഇറക്കി വെക്കുക. ജാസ്തി ഉള്ളതൊക്കെയാണ് മുറിച്ച് ഒഴിവാക്കുന്നത്. അങ്ങനെ ഇപ്പം നമുക്ക് വെക്കേണ്ടത് ബെഡ് ഇതിൽ വെച്ചു. ബെഡ് വെച്ചു. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ അതിനെ നമുക്ക് ഇൻസുലേഷൻ കൊണ്ട് പേപ്പർ കൊണ്ട് കവർ ചെയ്യാം. വെള്ളം ഒരു തുള്ളി അങ്ങോട്ട് പാസ് ചെയ്യാൻ പാടില്ല. വെള്ളം നിർത്തലാണ് അതിൻ്റെ മെയിൻ പരിപാടി. ഇവിടുത്തെ പണി കഴിഞ്ഞു. ഇനി വേറൊരു ടാപ്പ് ഒന്നും കൂടി ചുറ്റി കൊടുത്താലേ. വേറൊരു ടാപ്പും കൂടി ഉണ്ട്. വെള്ളം തീരെ ഇറങ്ങാതിരിക്കാനുള്ള ഒരു ടാപ്പുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ പിന്നെ നമുക്ക് ചകിരി വെച്ചിട്ടൊന്നും കെട്ടി കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് കൂടുതൽ തണുപ്പ് കിട്ടും. ഇതിന് കൂടുതൽ തണുപ്പ് കിട്ടിയാൽ ഇനി ഈ ടാപ്പാണ് നമ്മളെ സാധാരണ നമ്മൾ വെള്ളം നനയാതിരിക്കാനുള്ള പെട്ടിയൊക്കെ കിട്ടുമ്പോണ്ടല്ലോ, ഗൾഫിൽ നിന്നൊക്കെ പോരുമ്പോൾ കെട്ടിയിട്ടുമ്പോൾ നമ്മൾ വെള്ളം നനയാത്ത പേപ്പർ കൊണ്ടിട്ടില്ല. ആ പേപ്പറാണ് ഇത്. അതുകൊണ്ടാണ് ചുറ്റി കൊടുത്താലേ പുള്ളിക്കാരവിടെ നിന്നോളും. ഫുള്ള് വെള്ളം നിർത്തി കളഞ്ഞു. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ചകിരിയൊക്കെ വെച്ചിട്ട് കെട്ടി കൊടുക്കണം. 15 മിനിറ്റായോ? ഹലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ അവസ്ഥ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ അല്ല അതിനോട് വേറെ ഒരു ബെഡും കൂടിയാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ ശരിയായി. എന്നാൽ ഓക്കെ. അപ്പോൾ എല്ലാവരും പരമാവധി ലൈക്ക് ചെയ്യുക.
ഷെയർ ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനൊക്കെ അടിച്ച് അടുത്ത വീഡിയോ കാണാൻ വേണ്ടി. വീഡിയോയിൽ കുറച്ച് ലോങ് ആകുന്നുണ്ട്